വിനായക ചതുർത്ഥി വ്രതം അതെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗംഭീരമാണ്, അതികേമാണ്. വിനായക ചതുർത്ഥിയുടെ തലേദിവസം തൊട്ട് തലേദിവസം ഒരിക്കലെടുത്ത് ചതുർത്ഥിയുടെ അന്ന് മത്സ്യമാംസാദികളും മറ്റ് ലഹരികളും ഉപേക്ഷിച്ച് അന്ന് രാവിലെ ഏകദേശം 5 മണിക്ക് മുമ്പായിട്ട് 5 മണിയോടുകൂടി കുളിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ നെയ്വിളക്ക് വെച്ച് 5 തിരിയിട്ട് ഗണപതിയുടെ ഗായത്രികളും ഗണപതി ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് ഗണേശ സൂക്തങ്ങൾ ജപിച്ച് ഗണപതി ഭഗവാനെ ഉപാസിച്ച് അന്ന് അമ്പലത്തിൽ നടക്കുന്ന ഗണപതി ഹോമങ്ങളിൽ പങ്കെടുത്ത് അമ്പലത്തിലെ ഗണപതി നാമങ്ങൾ ജപിച്ച് അന്ന് വ്രതമെടുക്കുന്ന രീതിയാണ് വിനായക ചതുർത്ഥി വ്രതം. വിനായക ചതുർത്ഥിയുടെ വ്രതത്തിന്റെ അന്ന് വൈകുന്നേരം അരിയാഹാരം കഴിക്കാതെ ഉച്ചയ്ക്ക് ഗണപതിക്ക് നിവേദിച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്കെടുക്കാം, അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്കെടുക്കാം. ഇല്ലേ അരിയാഹാരം മുഴുവൻ ഒഴിവാക്കി ഗോതമ്പ് പോലെയുള്ള ഗോതമ്പിന്റെ ആഹാരം കഴിച്ചെടുക്കാം. അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ ഗണപതിയുമായിട്ടുള്ള പ്രാർത്ഥനകളോടെയും ഗണേശ നാമങ്ങളിലൂടെയും ഗണേശ സൂക്തങ്ങളിലൂടെയും ഗണപതിയുടെ കീർത്തനങ്ങളിലൂടെയും ജപിച്ച് അന്ന് ഭഗവത് പ്രസാദത്തിനായിട്ട് എല്ലാ ദേവന്മാരുടെയും പൂജയ്ക്ക് മുമ്പ് ആദ്യം പൂജ കഴിക്കുന്ന വ്യക്തി ഗണപതി എന്ന സങ്കല്പത്തില് എല്ലാ ദേവന്മാരും ആഘോഷിക്കുന്ന ഗണപതിവാന്, എല്ലാ ദേവന്മാരും ഒരു കർമ്മത്തിന് മുമ്പ് ആദ്യം ആദരിക്കുന്ന ഭഗവാനായ ഒന്നാമൻ എന്ന് പറഞ്ഞ പേര് കേട്ട ഭഗവാനായ ആ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ജപിച്ച് ഹോമ നടക്കുന്ന സ്ഥലങ്ങളിൽ മനസ്സുകൊണ്ട് സംവദിച്ച് നിൽക്കുന്ന ആ ഒരു ദിവസം പൂർണ്ണ വ്രതത്തിലൂടെ എടുക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള തടസ്സങ്ങൾ മാറാൻ ഏറ്റവും കേമാണ്.